വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സദ്യ വിഭവമാണ് ഓലൻ. ഇത് കുമ്പളങ്ങ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഓലനാണ്. പയറോ മത്തങ്ങയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതുണ്ടാക്കാൻ വേണ്ടി കുമ്പളങ്ങ വളരെ കനം കുറച്ച് ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ 2.5 കപ്പുണ്ട്, അതായത് 250 ഗ്രാമാണുള്ളത്. ഇതിലേക്ക് ഇടത്തരം കട്ടിയിലുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ ഓലൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് തേങ്ങയിൽ നിന്നും 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും പിന്നെ 1 കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർക്കാം. അധികം എരിവില്ലാത്ത മുളക് ആയതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുക്കുന്നുണ്ട്. ഇതുപോലെ കീറി എടുത്ത ശേഷം ചേർക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് ഒട്ടും കൂടിപ്പോകരുത്. ആദ്യം കുറച്ച് മാത്രം ചേർത്താൽ മതി, പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണിലും താഴെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, എങ്കിലും കുറച്ച് സമയം മൂടി വെക്കണം. ഇപ്പോൾ കുമ്പളങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി തുറന്നു വെച്ചിട്ട് തീ കൂട്ടി വെച്ച് ഈ കാണുന്ന തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കാം. കുറുകിയ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഓലൻ തയ്യാറാക്കി എടുക്കുന്നത്. ഈ തേങ്ങാപ്പാൽ മുഴുവൻ വറ്റിയ ശേഷം വേണം ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാൻ. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന ഒരു പരുവാവും. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1-ാം പാലാണ് ചേർക്കുന്നത്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായിട്ട് തിള പൊട്ടി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, പിന്നെ 1 തണ്ട് കറിവേപ്പില ഇതുപോലെ ഞരടി ഇതിലേക്ക് ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞത് ഒരു 15 മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ അനക്കാതെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ തുറക്കുമ്പോൾ കറക്റ്റ് പരുവായിട്ട് നമുക്ക് ഓലൻ കിട്ടും. ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഓലൻ തയ്യാറാക്കി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് ഇതിന്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സദ്യ വിഭവമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.